पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं तदा भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 31. ജീവസത്തകളുടെ ചലനങ്ങളെ പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 9 മുതൽ 13 വരെ വായിക്കാം. അകൽപസ്വാംഗചേഷ്ടായാം ശകുന്താ ഇവ പഞ്ചരേ തത്ര ലബ്ധാ സ്മൃതിർദൈവാത് കർമ്മ ജന്മശതോദ്ഭവം സ്മരൻ ദീർഘാമനുച്ഛ്വാസം ശർമ്മ കിം നാമ വിന്ദതേ. അരഭ്യാസക്തമാൻമാസ ലബ്ധബോധോऽപി വേപിതഃ നൈകത്രാസ്തേ സൂതിവാതൈർവിഷ്ഠാഭൂ ഇവ സോദരഃ. നാഥമാനാർഷീർബീത സപ്തവധ്രീ കൃതാഞ്ജലി സ്തുതവീത്തം വിക്ലവയാ വാചായേനോദരീർപ്പിതഃ. ജന്തുരുവാച തസ്യോപസന്നം അവിതും ജഗദേച്ഛയാത് നാനാതനോർഭുവിച്ചര ചരണാരവിന്ദം സോഹം വ്രജാമി ശരണം ഹ്യകുതോപയം മേ യേനേദൃശീ ഗതിർ അദർശ്യത് സതോ അനുരൂപാ. യസ്ത്വത്ര ബദ്ധൈവ കർമ്മഭിരാവൃതാത്മാ ഭൂതേന്ദ്രിയാശയം മയി അവലംബ്യ മായാം ആസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധ ആത്മ്യമാന ഹൃദയേ വസിതം നമാമി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നിഗമകൽപതലോർഗളിതം ബലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3:2 അധ്യായം 31. ജീവസത്തകളുടെ ചലനങ്ങളെക്കുറിച്ച് കപില ഭഗവാന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 9. അകൽപാസോംഗചേഷ്ടായാം ശകുന്തൈവ പഞ്ചരേ തത്ര ലബ്ധസ്മൃതിർദൈവാത് കർമ്മ ജന്മശതോദ്ഭവം സ്മരൻ ദീർഘമനുസ്മാനം ശർമ്മ കിം നാമ വിന്ദതേ. വിവർത്തനം: കുട്ടി അപ്രകാരം കൂട്ടിലടയ്ക്കപ്പെട്ട് ചലിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെയായി ഒരു പക്ഷിയെപ്പോലെ അവിടെ തുടരുന്നു. ഭാഗ്യമുണ്ടാകുന്ന പക്ഷം അവൻ അപ്പോൾ തൻ്റെ കഴിഞ്ഞ 100 ജന്മങ്ങളിലെ കുഴപ്പങ്ങളെല്ലാം ഓർമ്മിക്കാൻ കഴിയുകയും അതികഠിനമായി ദുഃഖിക്കുകയും ചെയ്യും. ആ അവസ്ഥയിൽ മനസ്സിന് സമാധാനം കിട്ടാൻ എന്താണ് സാധ്യത? ശ്ലോകം 10. അരഫ്യ സപ്തമാത്മാ സലബ്ധോ ബോധോപി വേപിത നൈകത്രാസ്തേ സുതിവാതേർവിഷ്ട ഭൂരിവ സോദരഃ. ഗർഭധാരണത്തിന്റെ 7-ാം മാസത്തിൽ അവബോധം വികസിച്ചു കിട്ടാൻ ആരംഭിക്കുന്നത് മുതൽ പ്രസവത്തിന്റെ ആഴ്ചകൾ അടുക്കുംതോറും അകത്തെ വായുവിന്റെ സമ്മർദ്ദം മൂലം ശിശു താഴേക്ക് ഇറങ്ങി വരുന്നു. അതേ ഉദരത്തിലെ വൃത്തിഹീനമായ യന്ത്രത്തിൽ ജനിച്ച വിരകൾക്കൊപ്പം അവിടെ തന്നെ വസിക്കാൻ അതിനാവില്ല. നാദമാന ഋഷിർഭീത സപ്തവ്രതിഹ കൃതാഞ്ജലിസ്തുവീത തം വിക്ലവയവാപ ഏനോദരേർപ്പിതഃ. ഭൗതിക ഘടക പദാർത്ഥങ്ങളുടെ 7 പാളികളാൽ ചുറ്റപ്പെട്ട ജീവസത്ത ജീവിതത്തിന്റെ ഭയാനകമായ ഈ അവസ്ഥയിൽ തന്നെ ആരാണീ അവസ്ഥയിൽ പ്രവേശിപ്പിച്ചതെന്ന് തൊഴു കൈകളോടെ പ്രാർത്ഥനാ നിർഭരനായി ഭഗവാനോട് കേഴുന്നു. ശ്ലോകം 12. ജന്തുരുവാച തസ്യോപസന്നവിധം ജഗത്തിച്ഛയാത്തനാനോ തനോർഭുവി ചരച്ചരണാവിധം സോഹം വ്രജാമി ശരണം യുഗുതോ ഭയം മേ ഏനേദശീഗതിർ അദർശ്യ സത്തോ അനുരൂപ. വിവർത്തനം: മനുഷ്യാത്മാവ് പറയുന്നു, ഞാൻ വിഭിന്ന ശാശ്വത രൂപങ്ങളിൽ ആവിർഭവിക്കുന്ന പരമദിവ്യത്വ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ അഭയം പ്രാപിക്കുകയും ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ മാത്രം ആശ്രയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും എനിക്ക് മോചനം നൽകാൻ അദ്ദേഹത്തിന് കഴിയും. എൻ്റെ അവിശുദ്ധ കർമ്മങ്ങൾക്ക് അനുയോജ്യമായ ഈ ജീവിതാവസ്ഥ ലഭിച്ചതും അദ്ദേഹത്തിൽ നിന്നാണ്. ശ്ലോകം 13. യസ്തത്തബദ്ധൈവ കർമ്മഫിരാവൃതാത്മാ ഭൂതേന്ദ്രിയാശ്രയമയീവലംബ്യ മായാം അസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധം ആദപ്യമാന ഹൃദയേ വസിതം നമാമി. ഞാൻ പരിശുദ്ധനായ ആത്മാവ് മായയുടെ ക്രമീകരണങ്ങളാൽ ചെയ്തുപോയ കർമ്മങ്ങളുടെ ബലത്താൽ ബദ്ധനാക്കപ്പെട്ട് എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ശയിക്കുന്നു. ഇവിടെ എനിക്കൊപ്പമുള്ളവനും പക്ഷേ ബാധിതനല്ലാത്തവനും മാറ്റമില്ലാത്തവനുമായ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം അപരിമേയനാണ്, പക്ഷേ പശ്ചാത്തപിക്കുന്ന ഹൃദയത്താൽ അദ്ദേഹത്തെ ദർശിക്കാം. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ബഹുമാനപൂർവങ്ങളായ നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, കപില ഭഗവാൻ ഗർഭസ്ഥനായിട്ടുള്ള ഒരു ശിശു അതിൻ്റെ ശരീരം വികസിക്കുന്നതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളെ കുറിച്ച് ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ ഗർഭസ്ഥ ശിശു ഉദരത്തിനകത്ത് അനുഭവിക്കുന്ന യാതനകൾ, അസ്വസ്ഥതകൾ, വ്യത്യസ്തമായിട്ടുള്ള ദുരിതങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അകൽപ സ്വാംഗചേഷ്ടായം ശകുന്ത ഇവ പഞ്ചരെ. ആ കുട്ടിയുടെ അവസ്ഥ ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട ശകുന്തം, ഒരു പക്ഷിയുടെ അവസ്ഥയാണ് എന്ന് പറയും. ശകുന്ത ഇവ പഞ്ചരെ.
ജീവാത്മാവിനെ ഒരു ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റിൽ അടച്ചു വെച്ചതുപോലെയാണ്. ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കറ്റാണ് ഉദരം എന്ന് പറയുന്നത്. ഉദരത്തിനകത്ത് അടച്ചു വെച്ചതുപോലെയാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളെ ഒരു അരമണിക്കൂറെങ്കിലും ആരെങ്കിലും പൂട്ടിയിട്ടാൽ നമ്മുടെ റൂമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഈ ഉദരത്തിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതുപോലെ വളഞ്ഞ് കിടക്കുകയാണ് ആ കുട്ടി. തല ഉദരത്തിൽ അമർത്തി വെച്ച് കാലുകൾ മേൽപോട്ടാക്കി അങ്ങനെ അതിനെ മടക്കി വെച്ചിരിക്കുകയാണ്. ഒരു വില്ല് പോലെ വളഞ്ഞു കിടക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ 7 മാസം ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ആ ജീവാത്മാവ് കിടക്കുന്നു എന്ന് പറയുന്നു. 7 മാസത്തിന് ശേഷം ആ കുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. തത്ര ലബ്ധാത് സ്മൃതിർദൈവാത്. അങ്ങനെ 7-ാം മാസത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് പൂർവ്വജന്മത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പറയും. മുൻ ജന്മങ്ങളിൽ ഞാൻ എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യമൊക്കെ 7-ാം മാസത്തിന് ശേഷം ആ ബോധം ലഭിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് പറയും. തത്ര ലബ്ധ സ്മൃതിർദൈവ. ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്മൃതി ഉണ്ടാവുകയില്ല. ഭഗവാനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തികളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആഹാര, നിദ്ര, ഭയമൈതുനം ച. ആ ഇന്ദ്രിയ തൃപ്തിയുടെ വ്യഗ്രതയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെക്കുറിച്ചും ഭഗവാനെ കുറിച്ചും മറന്നുപോകും, സ്മൃതി ഉണ്ടാവുകയും. പക്ഷെ എപ്പോഴാണോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾക്ക് ഭഗവാനെ കുറിച്ചും നമ്മളെക്കുറിച്ചുമുള്ള സ്മൃതി ലഭിക്കും. 7-ാം മാസത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്മൃതി ലഭിക്കുന്നു എന്ന് പറയും. ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും, തന്റെ പൂർവ്വജന്മങ്ങളെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാവും. അതുകൊണ്ടാണ് പൂർവ്വജന്മങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പാപകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് തനിക്ക് ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം ആ സമയത്ത് ആ ജീവാത്മാവിന് ഓർമ്മിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ അവിടെ കൊടുക്കുകയാണ്. ഭഗവാൻ സ്മരണ കൊടുത്താൽ മാത്രമേ ആ ജീവാത്മാവിന് വീണ്ടും ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുകയും പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതായി പോയത്? ഭൗതിക ലോകത്ത് വന്നിട്ടുള്ള എല്ലാ ജീവാത്മാക്കളും ഭഗവാനെ മറന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? ഭഗവാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ സേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. എൻ്റെ സേവനം എല്ലാവരും ചെയ്യണം, എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന ജീവാത്മാക്കളാണ് ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. അല്ല, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയാണ് എല്ലാവരും ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് ഉള്ള ഓർമ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ, ഈ ഭൗതിക ലോകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ ഭഗവാനെ മറന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഭഗവാനെ തന്നെ ആണ് ഞാൻ എന്ന് വിചാരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ മറവി ശക്തിയും നൽകിയിട്ടുണ്ട് ജീവാത്മാവ്. മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച. ഈ കുട്ടിയുടെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഭഗവാൻ 7-ാം മാസമാകുന്ന സമയത്ത്, കുട്ടിക്ക് ബോധമുണ്ടാകുന്ന സമയത്ത് ആ കുട്ടിയുടെ പൂർവ്വജന്മത്തിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചുമുള്ള സ്മരണ കൂടി ആ കുട്ടിക്ക് നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ കുട്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 7-ാം മാസത്തിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള അനുഭവത്തിനെ കുറിച്ചും പറയുന്നുണ്ട് 10-ാമത്തെ ശ്ലോകത്തിൽ. ആരഭ്യ സപ്തമാൻ മാസ ലബ്ധബോധോഭിവേവിതം. 7-ാമത്തെ മാസത്തിൽ ആ കുട്ടിക്ക് ബോധം ലഭിക്കും എന്ന് പറയുന്നു. അതിനുശേഷം കുട്ടി പിന്നീട് സാവധാനം പുറത്തു വരാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവും. കുട്ടിക്ക് പുറത്തേക്ക് വരാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂതിവാദം എന്ന് പറഞ്ഞിട്ടുള്ള പ്രഷർ, വയറ്റിനകത്തുള്ള ഒരു വായുവിന്റെ സമ്മർദ്ദം കൊണ്ട് ആ കുട്ടി സാവധാനം താഴോട്ട് വരാൻ ആരംഭിക്കുന്നു എന്ന് പറയും.
ആദ്യം കുട്ടിയുടെ തല മുകളിലേക്കായിരിക്കും. അങ്ങനെ ആ കുട്ടിയുടെ തല സാവധാനം താഴോട്ട് തിരിയാൻ തുടങ്ങും. അങ്ങനെ തിരിഞ്ഞ് കുട്ടിയുടെ തല താഴോട്ടായിട്ട് മാറും. അങ്ങനെ ആ സൂതിവാദത്തിന്റെ പ്രസവ വായുവിന്റെ സമ്മർദ്ദം കൊണ്ട് കുട്ടിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കുട്ടി സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് പുറത്തേക്ക് വരികയല്ല, അതിനെ തള്ളി സൂതിവാദം കൊണ്ട്, ആ പ്രസവ വായുവിന്റെ സമ്മർദ്ദം കൊണ്ട് ആ കുട്ടിയെ പുറത്തേക്ക് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കുട്ടിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകും. പക്ഷെ ആ കുട്ടിക്ക് ബോധമുണ്ട്. അതുകൊണ്ട് ആ കുട്ടി ഈ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പം അതുവരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരെ വിട്ട് ആ കുട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് ഇവിടെ ഭാഗവതത്തിൽ പറയും. അപ്പൊ കുട്ടി മാത്രമല്ല ഉദരത്തിലുള്ളത്, മറ്റ് കൃമികളും വിരകളും ഒക്കെ ഉദരത്തിലുണ്ടാകാം, വയറ്റിലുണ്ടാകാം. അവരൊക്കെ ഇവിടെ ഭാഗവതത്തിൽ സോദരന്മാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിഷ്ടാഭു ഇവ സോദര എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സോദരന്മാർ. സോദരൻ അല്ലെങ്കിൽ സഹോദരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഒരേ ഉദരത്തിൽ ശയിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരേ ഉദരത്തിൽ താമസിച്ചിട്ടുള്ളവരാണ് സോദരന്മാർ, ഉദരന്മാർ, ഒരേ ഉദരം പങ്കിട്ടിട്ടുള്ളവർ. ഇപ്പൊ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് ആ ഉദരത്തിൽ ആ കുഞ്ഞ് മാത്രമല്ല ഉള്ളത്, ഉദരത്തിൽ മറ്റ് കൃമികളൊക്കെ ഉണ്ടാകും, വിരകളൊക്കെ ഉണ്ടാകും. അവർക്ക് യഥാർത്ഥത്തിൽ ആരാണ്? അക്ഷരാർത്ഥത്തിൽ അവർക്ക് സഹോദരന്മാരാണ്. ഉദരന്മാർ, ഒരേ ഉദരത്തിൽ കിടന്നവരാണ്. അപ്പം ആ സഹോദരന്മാരെ വിട്ട് ഈ കുട്ടിക്ക് ഈ സൂതിവാദം കൊണ്ട്, വായുവിന്റെ സമ്മർദ്ദം കൊണ്ട് പുറത്തേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ വലിയ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടി ബോധം ലഭിച്ചത് കൊണ്ട്, തന്നെ കുറിച്ചുള്ള ഓർമ്മ ലഭിച്ചത് കൊണ്ട് ആ കുട്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം കുട്ടി ഏതൊരവസ്ഥയിലാണെങ്കിലും ആ കുട്ടിയുടെ കൂടെ ഭഗവാനും ഇരിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, സുഹൃതം സർവഭൂതാന. ഒരു ജീവാത്മാവ് എത്ര ഭഗവാനെ മറന്ന് ജീവിക്കണം എന്ന് വിചാരിച്ച് വന്നതാണെങ്കിലും ഭഗവാനും ആ കുഞ്ഞിന്റെ കൂടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ജീവാത്മാവിന്റെ കൂടെ വരുന്നുണ്ട്. കാരണം എന്താണ്? സ്വന്തമായിട്ടൊന്നും ഈ ഭൗതിക ലോകത്തിലോ ആത്മീയ ലോകത്തിലോ ഒരു ജീവാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ ജീവാത്മാവ് നിസ്സഹായനാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവാത്മാവിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കൂ. അല്ലെ, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 5 ഘടകങ്ങൾ എന്തായാലും ഒരു ജീവാത്മാവിന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആവശ്യമാണ്. സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ ഓരോ ജീവാത്മാവിന്റെ കൂടെ, അത് ഏതേത് ശരീരത്തിൽ ഇരിക്കുകയാണെങ്കിലും ഏത് അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും എപ്പോഴും ജീവാത്മാവിന്റെ കൂടെ ആരിയ്ക്കുന്നുണ്ട്? പരമാത്മാവ് ഇരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഞാനാണ് യഥാർത്ഥത്തിൽ സുഹൃത്ത്. മത്തസ്മൃതിജ്ഞാനം ആപോഹനം ച. ഭഗവാൻ ഓർമ്മശക്തി നൽകിയാൽ മാത്രമേ ഒരു ജീവാത്മാവിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൗതിക ലോകത്തിലും ആത്മീയ ലോകത്തിലും എന്തെങ്കിലും വസ്തു ചലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിനെ ചലിപ്പിക്കാൻ ജീവാത്മാവിന് സാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും പരമാത്മാവ് ഈ ജീവാത്മാവിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ പരമാത്മാവ് അനുകമ്പ തോന്നി, കുട്ടിയോട് അനുകമ്പ തോന്നി. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം സമ എന്ന് ഭഗവാൻ പറയുന്നത്. ആ അനുകമ്പ കൊണ്ട് ആ കുട്ടിക്ക് ഓർമ്മശക്തി നൽകുന്നു. ആ ഓർമ്മശക്തി കിട്ടിയ സമയത്ത് നിസ്സഹായ അവസ്ഥയിൽ വലിയ വലിയ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നത് കൊണ്ട് ആ കുട്ടി ആ ജീവാത്മാവ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. തൻ്റെ ഈ അവസ്ഥയിൽ നിന്നും തന്നെ രക്ഷിക്കണം. താൻ ഇത്രയും കാലം ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് തനിക്ക് ഈ ഒരു ശരീരം കിട്ടിയിട്ടുള്ളത് എന്ന് ആ കുട്ടി സമ്മതിക്കുകയാണ്. ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് സമ്മതിക്കുന്നതായിട്ട് നമ്മൾക്ക് അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാൻ സാധിക്കും. ആ വ്യക്തിക്ക്, ആ ജീവാത്മാവിന് ഭഗവാനെ സ്തുതിക്കാനുള്ള ഓർമ്മശക്തിയും ഭഗവാൻ നൽകുന്നുണ്ട്. ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ചന്ദുരുവാച എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. സ്വഹം വ്രജാമി ശരണം ഹ്യകുതോ ഭയം മേ
നാനാ തനോർഭുവി ചരചരണാരവിന്ദം. തന്റെ തൊട്ടടുത്തിരിക്കുന്ന പരമാത്മാവിനോടാണ് ജീവാത്മാവ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നാനാ തനോർഭുവി, ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അധർമ്മം ഉണ്ടാകുന്ന സമയത്ത് ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ എടുത്ത് വരാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത അവതാരങ്ങൾ എടുക്കുന്ന ഭഗവാന് എൻ്റെ എല്ലാ നമസ്കാരം എന്നാണ് ആ ജീവാത്മാവ് പറയുന്നത്. നാനാ തനോർഭുവി, വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളെടുത്ത്, വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെടുത്ത് അവതരിക്കുന്ന ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. നാനാ തനോർഭുവി ചരചരണാരവിന്ദം. അങ്ങനെ അവതരിക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ പരമപുരുഷനാണെങ്കിൽ പോലും, എല്ലാ ജീവാത്മാക്കളുടെയും സംരക്ഷകനാണെങ്കിൽ പോലും, നിയന്ത്രകനാണെങ്കിലും, എല്ലാ ലോകത്തിന്റെയും അധിപതിയാണെങ്കിലും, ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയെ പോലെ, ഒരു മനുഷ്യനെ പോലെ ഇവിടെ വന്ന്, ഭൂമിയിൽ വന്ന്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങളിൽ പ്രവേശിച്ച് അവിടെ സാധാരണ വ്യക്തിയെ പോലെ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. ചരണാരവിന്ദം, ഭൂമിയിൽ സഞ്ചരിക്കും. അപ്പൊ ഭഗവാൻ ഇവിടെ അവതരിക്കുമ്പോഴൊക്കെ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇവിടെ ഭൂമിയിൽ സഞ്ചരിക്കാറുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച സമയത്തും ഒരു കുട്ടിയെ പോലെ, ഒരു സാധാരണ ബാലനെ പോലെ വൃന്ദാവനത്തിൽ കളിച്ചു നടന്നു. അതേപോലെ ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിച്ച സമയത്തും ശ്രീരാമചന്ദ്ര ഭഗവാൻ ഈ ഭാരതത്തിൽ മുഴുവൻ ചുറ്റി നടന്നു. ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം ഇവിടെ മുഴുവൻ ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ ഈ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിക്കുന്ന ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് ഈ കുട്ടിയുടെ ശരീരത്തിലുള്ള ജീവാത്മാവ് തന്റെ അടുത്തിരിക്കുന്ന പരമാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. 13ാമത്തെ ശ്ലോകത്തിൽ ആ ജീവാത്മാവ് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും കാരണം എന്റെ കർമ്മങ്ങൾ തന്നെയാണ്. ബദ്ധൈവ കർമ്മഭിർ ആവൃതാത്മാ, ഞാൻ കർമ്മം കൊണ്ട് ആവൃതമാക്കപ്പെട്ട, കർമ്മം കൊണ്ട് ബന്ധിതനാക്കപ്പെട്ട ഒരു ജീവാത്മാവാണ്. അതിനെല്ലാം കാരണം എൻ്റെ കർമ്മം തന്നെയാണ് എന്ന് ഇവിടെ ആ ജീവാത്മാവ് പറയുന്നുണ്ട്. പക്ഷെ തൻ്റെ അടുത്തിരിക്കുന്ന പരമാത്മാവ് അങ്ങനെയല്ല. പരമാത്മാവ് കർമ്മബന്ധം കൊണ്ട് ആ ശരീരത്തിൽ പ്രവേശിച്ചതല്ല. പരമാത്മാവ് എന്തിനാണ് ശരീരത്തിൽ ഇരിക്കുന്നത്? അത് കർമ്മം കൊണ്ടല്ല, അത് ആ ജീവാത്മാവിനോടുള്ള കാരുണ്യം കൊണ്ടാണ്. പരമാത്മാവിനെ ഈ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യവും ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആസ്തേ വിശുദ്ധം അവികാരം അഖണ്ഡബോധം. പരമാത്മാവ് എവിടെയൊക്കെ പ്രവേശിച്ചാലും, ഏതെല്ലാം ശരീരത്തിൽ പ്രവേശിച്ചാലും അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഭൗതിക വസ്തുക്കൾക്ക് പരമാത്മാവിനൊന്നും ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആസ്തേ വിശുദ്ധം അവികാരം. പരമാത്മാവ് എപ്പോഴും വിശുദ്ധമായിട്ടുള്ള തലത്തിലാണ് ഇരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ഗുണങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല, പരമാത്മാവിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പരമാത്മാവിനെ വിശുദ്ധം അവികാരം, യാതൊരു മാറ്റവും സംഭവിക്കാത്തത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അഖണ്ഡബോധം, ആ പരമാത്മാവിന്റെ ബോധത്തിനും ഏത് അവസ്ഥയിലാണെങ്കിലും ആ ബോധത്തിനും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പറയാം. അപ്പൊ ഭഗവാൻ അവതരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഭഗവാൻ എല്ലാ ശരീരത്തിലും പരമാത്മ ഇരിക്കുമ്പോഴും ഭഗവാന് യാതൊരു കർമ്മവും ഇല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കർമ്മം കൊണ്ടല്ല പരമാത്മാവ് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിൽ ഇരിക്കുന്നതും, അല്ലെങ്കിൽ ഭഗവാൻ അവതരിക്കുന്നതും യാതൊരു കർമ്മവും കൊണ്ടല്ല. കർമ്മമൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. പക്ഷെ ആ ജീവാത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ടാണ്, സംഭവാമി ആത്മമായ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നതും, ഓരോ ജീവിയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതും അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. അങ്ങേക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. നമാമി ഹൃദയേ വസിതം നമാമി, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറയും. ഇപ്പം കുഞ്ഞിന്റെ ശരീരത്തിലാണെങ്കിലും ഇത് ഒരു ജീവാത്മാവാണ്. ഏത് ശരീരത്തിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും ജീവാത്മാവ് തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? കുട്ടിയുടെ അവസ്ഥയിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ജീവാത്മാവ് പൂർണ്ണനായിട്ടുള്ള ഒരു ജീവാത്മാവാണ്. അല്ല, അതിനും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ ഓർമ്മ കൊടുത്തു കഴിഞ്ഞാൽ, ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച്
ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവാൻ ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് അതിന് സാധിക്കാത്തത്. അങ്ങനെയുള്ള ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് ആ കുട്ടിയുടെ ശരീരത്തിലിരിക്കുന്ന ആ ജീവാത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന തുടരുന്നുണ്ട്. നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ